أعوذ بالله السميع العليم بفضل بسم الله الرحمن الرحيم هل أتى على الإنسان حين من الدهر സുഹൃത്തെ, താങ്കൾ ഒരു മണിക്കൂർ ഒന്ന് ഇരുന്ന് രാത്രികാലങ്ങളിൽ ചിന്തിക്കൂ. എന്താണ് ചിന്തിക്കേണ്ടത്? താങ്കൾക്കൊരു മണി ഓർഡർ വന്നു എന്ന് കരുതുക. അറിയാത്ത ആളാണ് പണം അയച്ചിട്ടുള്ളത്. അത് അയച്ച വ്യക്തിയെ അറിയാൻ ഒരു കൗതുകം കാണില്ലേ മനുഷ്യ? കണ്ടെത്തിയാൽ പണം തന്നതിൻ്റെ കാരണം ചോദിക്കില്ലേ മനുഷ്യ? ഒരു താങ്ക്സ്, ഒരു നന്ദി പറയുകയില്ലേ മനുഷ്യ? എങ്കിൽ മനോഹരമായ ബലിഷ്ഠമായ ഈ ശരീരം നിർമ്മിച്ച ആ ശക്തിയെ താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനെ നീ പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഈ ശരീരം ഈ രൂപത്തിൽ തന്നത്? ഇപ്രകാരം പടച്ചത് എന്തിനാണെന്ന് പഠിച്ചിട്ടുണ്ടോ? ആ സൃഷ്ടാവിന് താങ്ക്സ് പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ? നന്ദി പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ശരീരം ചോദിക്കുന്ന ചോദ്യങ്ങൾ മഹാത്ഭുതമല്ലേ? ശരീരം ചോദിക്കുന്ന ചോദ്യങ്ങൾ മഹാത്ഭുതമല്ലേ? സഹോദര, നമ്മുടെ ശരീരം, തലച്ചോർ 490 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകൾ ഒരു മസ്തിഷ്ക സെല്ലിൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 5 ഇരട്ടി വിവരങ്ങൾ ശേഖരിക്കാം. ഏതാണ് തലച്ചോറ്? നീ ചിന്തിച്ചിട്ടുണ്ടോ? ബ്രെയിനിൻ്റെ നിർദ്ദേശങ്ങൾ 170 മൈൽ വേഗത്തിലാണ് സുഹൃത്തെ പോകുന്നത്. നാഡീകോശങ്ങളിലൂടെ കുതിക്കുന്നു. എക്സ്പ്രസ് ഹൈവേയിലെ വാഹന സഞ്ചാരത്തെക്കാൾ അതിവേഗം കുതിക്കുന്നു. ഒരു സെക്കൻഡിൽ 1,00,000 സന്ദേശങ്ങൾ. ശ്വാസം, രക്തപ്രവാഹം, വിശപ്പ്, ദാഹം, അംഗചലനങ്ങൾ, കൺപോളകളുടെ അനക്കം പോലും തലച്ചോർ നിയന്ത്രിക്കുന്നു. സുഹൃത്തേ, നീ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മസ്തിഷ്കം 25 വാട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു ബൾബിന് പ്രകാശിക്കാനുള്ള പവർ എത്രയാണ് വേണ്ടത്? ഭാരം 1.3 കിലോഗ്രാം മാത്രം. ഇതൊക്കെ നൽകിയതിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന ആളുകളുണ്ടോ? നീ നിൻ്റെ ഹൃദയത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഹൃദയം മിനിറ്റിൽ 70 തവണ മിടിക്കുന്നു. 70 തവണ മിടിക്കുന്നു. അപ്പോൾ ഒരു ദിനം 1,00,000 തവണ ഇതും മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ ചിന്തിച്ചിട്ടുണ്ടോ? നിൻ്റെ ഫിക്ർ ആ ഭാഗത്ത് തിരിഞ്ഞിട്ടുണ്ടോ? അഫലാ തഅഖിലൂൻ, അഫലാ തദബ്ബറൂൻ എന്ന് റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടില്ല മക്കളെ? ഇത് മാതാവിൻ്റെ ഗർഭപാത്രം മുതൽ മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മിടിപ്പ് വഴി ശരീരത്തിലെ 75 ട്രില്യൺ കോശങ്ങളിലേക്കും ഹൃദയം രക്തം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 60 വയസ്സുവരെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഏകദേശം 10,000 ഓയിൽ ടാങ്കറുകളിൽ വഹിക്കപ്പെടുന്ന രക്തം വേണം മക്കളെ. നിങ്ങളെങ്ങാനും ചിന്തിച്ചിട്ടുണ്ടോ ഈ വിഷയം? ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ? അവനോട് നമുക്ക് കടപ്പാടില്ലേ മക്കളെ? രക്തക്കുഴലുകൾ. നാളെ അതിൻ്റെ ബാക്കി രക്തക്കുഴലുകൾ എന്നതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിൻ്റെ ബാക്കി സംസാരിക്കുന്നതാണ്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് റബ്ബ്, ഇതാണ് തർബിയത്ത്, ഇതാണ് പോറ്റൽ എന്ന് മനസ്സിലാക്കണമെന്ന് മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കൽ നല്ലതാണ്. അതാണ് ലിയഅരിഫൂനി, മഅരിഫത്തിൻ്റെ ഇൽമാണ് അള്ളാഹുവിനെ കുറിച്ച് കിട്ടേണ്ടത്. അത് മശായിഖന്മാരിൽ നിന്ന്, ശൈഖന്മാരിൽ നിന്ന് കിട്ടേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കണം. സമാധാനം അലാ ബിദിക്രില്ലാഹി തത്മയിന്നുൽ ഖുലൂബ്, അത് കിട്ടണമെങ്കിൽ അവിടെ മാത്രമേ കിട്ടുള്ളൂ. അല്ല, അറിയണേ, ബിദിക്രില്ല, അള്ളാൻ്റെ ഫിക്ർ കൊണ്ട്
അള്ളാഹിൻ്റെ ദിക്ർ കൊണ്ട്, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തുകൊണ്ട് മാത്രമാണ് മാനസിക സമാധാനം കിട്ടുക എന്ന് റബ്ബ് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.